നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒരു 10,000 രൂപ തരുവാണെങ്കിൽ നിങ്ങൾ ഏത് 5G സ്മാർട്ട് ഫോൺ മേടിക്കും? റിയൽമി C63 5G മേടിക്കുമോ അതോ മോട്ടോ G45 5G ചൂസ് ചെയ്യുമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കത് കണ്ടുപിടിക്കാം. ഇതാണ് ഈ രണ്ട് സ്മാർട്ട് ഫോൺസ്. മോട്ടോ G45 5G 4GB RAM 120GB സ്റ്റോറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,999 റുപ്പീസിലാണ്. പക്ഷേ ബാങ്ക് ഡിസ്കൗണ്ടിന് ശേഷം നിങ്ങൾക്ക് ബിലോ 10,000 റുപ്പീസിന്, അതായത് 9,999 റുപ്പീസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. റിയൽമി C63 5G ആണെങ്കിലും 4GB RAM ആൻഡ് 120GB സ്റ്റോറേജ് വേരിയന്റ് ആണ് വരുന്നത്. ഇതിനും 10,999 റുപ്പീസ് ആണ്. എന്നാൽ ഈ സ്മാർട്ട് ഫോണും ബാങ്ക് ഓഫറിന് ശേഷം നിങ്ങൾക്ക് 10,000 റുപ്പീസിന് താഴെ 9,999 റുപ്പീസിന് കിട്ടും. രണ്ടിന്റെ പ്രൈസ് സെയിം ആണെങ്കിലും ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് യഥാർത്ഥത്തിൽ വാല്യൂ ഫോർ മണി? ഏറ്റവും ആദ്യം ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസൈൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോട്ടോ G45 5Gന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡ് ഒരു പ്രീമിയം വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. സംഭവം കാണാൻ നല്ല രസമുണ്ട്. അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു 10,000 റുപ്പീസിന്റെ ഫോണാണ് എന്ന് പറയില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ഫിനിഷ് ആണ്. ഓൾമോസ്റ്റ് ഒരു റബ്ബറി, ആ ഒരു സ്ലിപ്പ് ഇല്ലാത്തൊരു ടൈപ്പ് ഫിനിഷ് ആണ്. ഇതിന് നിങ്ങൾക്ക് IP52 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ബോക്സി ഡിസൈനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. താഴെയായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോൺ, 3.5mm ജാക്ക്. മുകളിലായിട്ട് നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം ആൻഡ് എക്സ്ട്രാ സെക്കൻഡറി മൈക്ക് ഉണ്ട്. സൈഡിലായിട്ട് നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സ് ആൻഡ് പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിട്ടും വരുന്നത്. ആൻഡ് ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഡ്യുവൽ സിം സ്ലോട്ട് ഉണ്ട്. ആൻഡ് ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി റിയൽമി C63 5G ആണെങ്കിൽ വരുന്നത് ഒരു പോളി കാർബണേറ്റ് ബാക്കിലാണ്. ഇത് ഏകദേശം ഇത്തരത്തിൽ മാറ്റ് ഫിനിഷ് ഉള്ളത്. ഒരു യമണ്ടൻ ക്യാമറ മൊഡ്യൂൾ ആയിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ക്യാമറയേ ഉള്ളൂ. വിശദമായിട്ട് ഞാൻ പറയാം. അതേപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ലഭിക്കുന്നത്. എന്നാലും ഇതിന്റെ താഴെ നിങ്ങൾക്ക് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോൺ ആൻഡ് 3.5mm ജാക്ക്. മുകളിലായിട്ടാണ് സിം സ്ലോട്ട് വരുന്നത്. സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. ആൻഡ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സ് ആൻഡ് ഇവിടെ ആയിട്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ പവർ ബട്ടന്റെ ഉള്ളിൽ. ഈ സൈഡ് ഒന്നും തന്നെ ഇല്ല. ഇതും ഒരു ബോക്സി ഡിസൈനിലാണ് വരുന്നത്. പക്ഷേ മോട്ടോറോളയെക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ്. ഇവ രണ്ട് സ്മാർട്ട് ഫോൺസ് നിങ്ങൾ കയ്യിൽ എടുക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി കോമ്പാക്ട് ആയിട്ടുള്ള ആൻഡ് ലൈറ്റ് വെയിറ്റ്. ഇത് ഏകദേശം 183 ഗ്രാം മാത്രമേ. ഇത് കുറച്ചുകൂടി ഹെവിയർ സൈഡിലാണ്. സോ രണ്ട് സ്മാർട്ട് ഫോൺസിലും കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു 10,000 റുപ്പീസിന്റെ ഫോൺ അല്ല, അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫോൺ എന്ന് തോന്നിക്കുന്ന ബാക്ക് സൈഡ് ഉള്ളത് മോട്ടോ G45 5Gയിലാണ്. ബട്ട് ഡിസൈൻ ഈസ് സബ്ജക്റ്റീവ്. ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റിലൂടെ പറയാം. ഇനി രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേ. മോട്ടോ G45 5Gയിൽ നിങ്ങൾക്കൊരു 6.5 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് സൈഡിലെ ബെസൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തിന്നായിട്ടുള്ള ബെസലാണ്. മുകളിലും തിന്ന്, സൈഡിലും തിന്ന്, താഴെ ചെറിയ ഒരു ചിഹ്നുണ്ട്. ബട്ട് ഓവറോൾ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്തുള്ളത്. റിയൽമി C63 5Gയിൽ നിങ്ങൾക്ക് 6.67 ഇഞ്ചിന്റെ കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതും 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇതിലും നിങ്ങൾക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. സൈഡ്സ് ഓൾമോസ്റ്റ് ബെസൽസ് കുറച്ച് കുറവാണ് ആൻഡ് താഴെ അത്യാവശ്യം വലിയൊരു ചിഹ്നമുണ്ട്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ മോട്ടോ G45 5Gയിൽ നിങ്ങൾക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനകത്ത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതാണ്. സോ രണ്ട് ഡിസ്പ്ലേ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് ഈസ് ആൻ അഡ്വാൻറ്റേജ്. ഇനി ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ പെർഫോമൻസ്. ഇതിനകത്തുള്ളത് സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന ഒരു 5G ചിപ്സെറ്റ് ആണ്. ഐ തിങ്ക് ഏകദേശം 15,000 റുപ്പീസിന്റെ ഒരു പ്രൈസ് പോയിന്റിലാണ് നമ്മൾ നോർമലി 6S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് കാണാറ്. ബട്ട് ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ 10,000 റുപ്പീസിന്റെ പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറഞ്ഞ പ്രോസസർ വരുന്നത്. ഇനി AnTuTu സ്കോർ നോക്കി കഴിഞ്ഞാൽ 4.2 lakhsന് മുകളിലാണ്, വിച്ച് ഫോർ ദിസ് പ്രൈസ് പോയിന്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഗുഡ്. നിങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു. മൾട്ടി ടാസ്കിങ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ചെയ്യാനായിട്ട്, ഗെയിമിംഗ് ചെയ്യാനായിട്ട് ഇതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത പ്രോസറാണ്. പ്ലസ് സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്നത് ബൈ ഫാർ ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. ഈ ചിപ്സെറ്റ് കാരണം വേറൊരു ഗുണവും കൂടി ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇനി റിയൽമി C63 5Gയിലാണെങ്കിൽ നിങ്ങൾക്ക് മീഡിയാടെക്കിന്റെ Dimensity 6300 ചിപ്സെറ്റ് ആണ് വരുന്നത്. വിച്ച് ഇസ് നോട്ട് എ ബാഡ് പ്രോസസർ. ബട്ട് AnTuTu സ്കോർ നിങ്ങൾ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ മറ്റേതിനേക്കാളും AnTuTu സ്കോർ ഇതിന് കുറവാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 4.1 lakhന്റെ AnTuTu സ്കോർ ആണ് വരുന്നത്. സോ ഐ വുഡ് സേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസ് നോക്കുവാണെങ്കിൽ കൊടുക്കുന്ന പ്രൈസിന് കുറച്ചുകൂടി വാല്യൂ കിട്ടുന്ന പ്രോസസർ തരുന്നത് മോട്ടോ G54 5Gയിലാണ്. വെൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് 13 5G ബാൻഡുകൾ ലഭിക്കുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് VONR, അതായത് VO 5G എന്നൊക്കെ പറയില്ലേ, അതിന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ മോട്ടോയുടെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഫോണുകളിൽ അവരുടെ ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ വരുന്ന ഒരു ടെക്നോളജി ഉണ്ട്, 4x4 MIMO എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് റേഞ്ച് കവറേജ് കിട്ടുക, ഫാസ്റ്റർ ആയിട്ടുള്ള 5G കിട്ടുക, അങ്ങനത്തെ നെറ്റ്വർക്ക് കാര്യമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്കൊരു 10,000 റുപ്പീസിന്റെ ഫോൺ, യെസ് ഇതിൽ ആ ഒരു പരിപാടി ഉണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് 4 കാരിയർ അഗ്രിഗേഷനും. സോ ഈ
രണ്ട് ആ ഒരു 5G ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി റിയൽമി C63 5G നോക്കുവാണെങ്കിൽ ഇതും 5G ഫോണാണ്, പക്ഷേ ഇതിനകത്ത് 9 5G ബാൻഡുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ നെറ്റ്വർക്ക് റിസപ്ഷൻ വൈസും കുറച്ചുകൂടി ഹാർഡ്വെയർ വൈസ് ആണെങ്കിലും മുന്നിൽ നിൽക്കുന്നത് മോട്ടോ G45 5G ആണ്. ഇനി ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ ഇത് രണ്ടിന്റെ താഴെ നിങ്ങൾക്ക് സ്പീക്കറുകളിൽ കാണാം. ആക്ച്വലി ഇതിന്റെ മുകളിലും നിങ്ങൾക്ക് സ്പീക്കേഴ്സ് കിട്ടും. യെസ്, രണ്ട് സ്മാർട്ട് ഫോണിലും നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. ആൻഡ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സാധനം കണ്ടില്ലേ, ഡോൾബി അറ്റ്മോസ്. യെസ്, ഡോൾബി അറ്റ്മോസിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് G45 5Gയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ആ ഒരു ഓഡിയോ ട്യൂൺ ചെയ്ത് അല്ലെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്തൊരു ഓഡിയോ ആണ്. ഈവൻ ഡോൾബി അറ്റ്മോസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കുത്താനായിട്ട് പറ്റുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ഡോൾബി അറ്റ്മോസിന്റെ പരിപാടി നിങ്ങൾക്ക് റിയൽമി C63 5Gയിൽ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഹൈറസ് ഓഡിയോയുടെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ ബൈ ഫാർ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന് ചെറിയ രീതിക്ക് അഡ്വാൻറ്റേജ് എടുത്തിരിക്കുന്നത് മോട്ടോ G45 5G ആണ്. ബട്ട് മെയിൻ അഡ്വാൻറ്റേജ് എടുക്കുന്നത് സോഫ്റ്റ്വെയർ സൈഡിലാണ്. സോഫ്റ്റ്വെയർ വൈസ് നോക്കുവാണെങ്കിൽ ഇതിനകത്തും Android 14 ആണ്, ഇതിനകത്തും Android 14 ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ മോട്ടോറോളയുടെ MyUX ആണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് റിയൽമി UI 5.0 ആണ്. മോട്ടോ G45 5Gയിൽ നിങ്ങൾക്ക് ടോട്ടലി ക്ലീൻ ആയിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ടോട്ടലി ക്ലീൻ എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ചില 1-2 ആപ്ലിക്കേഷൻസ് കാണാം. ലൈക്ക് ഈ ഒരു ഗെയിംസ് ഹബ് എന്ന് പറഞ്ഞ ഫോൾഡർ, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഫോൾഡർ, ഫേസ്ബുക്ക് ഒക്കെ, ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. കളഞ്ഞാൽ ടോട്ടലി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ബ്ലോട്ട് വേസ്, അനാവശ്യമായിട്ട് ഒരു ഉപകാരമില്ലാത്ത ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തരാം, ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് തരാം, ആവശ്യമില്ലാത്ത ആപ്പ് സ്റ്റോർ, അതായത് ഇവരുടെ സ്വന്തമായിട്ടുള്ള ആപ്പ് സ്റ്റോറിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ, അതൊന്നും ഇതിനകത്തില്ല. സോ ഓവറോൾ കുറച്ചുകൂടി ലോഡ് കുറഞ്ഞ ഈ ഒരു പ്രൈസ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ഒരു ലിമിറ്റേഷൻസ്. ആ ഒരു ലിമിറ്റേഷൻസിൽ പോലും നല്ല ഒരു പെർഫോമൻസ് തരാനായിട്ട് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു UI ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. യാതൊരു ലാഗും ഗ്ലിച്ചും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതിനകത്ത് പ്രീലോഡഡ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എന്നാൽ ആ ആപ്ലിക്കേഷൻസ് നമ്മൾ പൊതുവേ കാണുന്നത് മോട്ടോയുടെ കുറച്ചുകൂടി വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലാണ്. ഉദാഹരണത്തിന് ഈ ഒരു ഫോൾഡർ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് മോട്ടോ കണക്റ്റിന്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. കൂടാതെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കണ്ട റെഡി ഫോർ ഫീച്ചർ, നമുക്ക് PC ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ മിറർ ചെയ്യാൻ പറ്റുന്ന, അങ്ങോട്ട് ഇങ്ങോട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, ഒറ്റ കർസർ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന പോലത്തെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. കൂടാതെ മോട്ടോ സെക്യൂർ, ഫാമിലി സ്പേസസ്, തിങ് ഷീൽഡ് സെക്യൂരിറ്റി എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു 10,000 റുപ്പീസിന്റെ ഫോണിൽ ഇതൊക്കെ കൊടുക്കുന്നത് വിച്ച് ഇസ് നൈസ്. ഓൺ ദി അതർ ഹാൻഡ് C63 5G ആണെങ്കിൽ ഹെവിലി ലോഡഡ് ആയിട്ടുള്ള ഒരു UI ആണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഇഷ്ടം പോലെ പ്രീലോഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. 1, 2, 3 ഒന്നും അല്ല, ഒരു 10-15 എണ്ണം ഉണ്ടാവും. ആൻഡ് നിങ്ങൾ കണ്ടില്ലേ, കുറേ അധികം അനാവശ്യമായിട്ടുള്ള ഗെയിംസും കാര്യങ്ങൾ, പിന്നെ ഇവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഫിൻഷെൽ പേ, അങ്ങനെ ഇവരുടേതായിട്ടുള്ള കുറേ അധികം ആപ്ലിക്കേഷൻസ്, ഇത്രയും പ്രീലോഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആൻഡ് ഇവരുടെ സ്വന്തമായിട്ടുള്ള ആപ്പ് സ്റ്റോർ ഉണ്ട്. പ്ലസ് നോട്ടിഫിക്കേഷൻ പാനൽ എപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഇവരുടേതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. സോ UI വൈസ് നോക്കുവാണെങ്കിൽ ഹെവി ആയിട്ടുള്ള UI ആണ്, വിച്ച് ഒബ്വിയസ്ലി നന്നായിട്ട് പെർഫോമൻസിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് പോയിന്റിലായതുകൊണ്ട്. സോ എഗെയിൻ ഞാൻ മോട്ടോയുടെ ഈ ഒരു UI ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ക്യാമറ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതിനകത്ത് 2 ക്യാമറയല്ലേ ഉള്ളൂ, ഇതിനകത്ത് 4 ക്യാമറ പോലെ തോന്നുന്നുണ്ട് എന്ന്. ആക്ച്വലി മോട്ടോ G45 5Gയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി 50 മെഗാ പിക്സലിൻ്റെ അവർ പറയുന്ന ക്വാഡ് പിക്സൽ ക്യാമറയാണ്. ആൻഡ് ഇത് രണ്ടാമത്തെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ്. ഓൺ ദി അതർ ഹാൻഡ് റിയൽമി C63 5Gയിലാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു 32 മെഗാ പിക്സലിലെ പ്രൈമറി ക്യാമറ മാത്രമാണ്. മറ്റേത് 0.8 മെഗാ പിക്സലിൻ്റെ ഓക്സിലറി ക്യാമറ. അതേപോലെ ഇത് നിങ്ങൾക്ക് ചുമ്മാ ഒരു സ്പേസ് വ്യത്യാസം വരുത്താൻ വേണ്ടി ഒരു ഫില്ലിംഗ് കൊടുത്തിട്ടുണ്ട്. ക്യാമറയൊന്നുമല്ല. ക്യാമറ എന്തോ ആയിക്കോട്ടെ, 2 സ്മാർട്ട് ഫോൺസിന്റെ ഫോട്ടോ സാമ്പിൾസ് നോക്കാം. ശരിയാണ്, നമ്മൾ പറയാറുണ്ട് മെഗാ പിക്സൽസ് മൈറ്റ് നോട്ട് മാറ്റർ എന്ന്. ബട്ട് ചില സിനാരിയോസ് ഉണ്ട്. അതായത് ഇപ്പോൾ 2 സ്മാർട്ട് ഫോൺസിലും ഫോട്ടോസ് ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ മോട്ടോറോളയെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു റെഡി ടു പോസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കുള്ളൊരു ഫോട്ടോസാണ്. റിയൽമിയിൽ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് അത് ഹിറ്റ് ആൻഡ് മിസ്സാണ്. ചിലതിൽ വൈറ്റ് ബാലൻസ് ചെറിയ രീതിയിൽ ഓഫ് ആയിരിക്കും, ചിലതിൽ ഫേസ് ബ്രൈറ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഫേസ് ഓവർ ബ്രൈറ്റ് ആയിരിക്കും. 2 ഫോട്ടോസിനെ കമ്പയർ ചെയ്ത് നോക്കാം. ഷാർപ്പ്നെസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഈ ഒരു ടീഷർട്ടിനകത്തുള്ള ലോഗോ ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു സ്ഥലത്താണ് ഡെഫിനറ്റ്ലി 50 മെഗാ പിക്സലിന് 32 മെഗാ പിക്സലിനെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എടുക്കുന്ന കുറച്ചുകൂടി ക്ലാരിറ്റി തരുന്നത്. പിന്നെ റിയൽമിയിൽ ഈ ഒരു 0.8ന്റെ ഓക്സിലറി ക്യാമറ കൊടുത്തിട്ടുണ്ട് പോർട്രേറ്റിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് കുളമാണ്. പോർട്രേറ്റ് എന്തൊരു ഇപ്പോൾ ഈ ഫോട്ടോ നോക്കുവാണെങ്കിൽ എൻ്റെ മുട്ടിൻ്റെ ഇടയിലൊക്കെ ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. എഡ്ജ് ഡിറ്റക്ഷൻ നന്നായിട്ട് പാളുന്നുണ്ട്. ഐ നോ ഇറ്റ്സ് എ 10K ഫോൺ, ബട്ട് ദിസ് ഓൾസോ എ 10K ഫോൺ. 10,000 റുപ്പീസ് സ്മാർട്ട് ഫോൺസ് കമ്പയർ ചെയ്യുമ്പോൾ പോർട്രേറ്റ് ക്യാമറ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് പോർട്രേറ്റ് ക്യാമറ ഇല്ലാത്തൊരു ഫോൺ നല്ല രീതിയിൽ പോർട്രേറ്റ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ ഒരു പോർട്രേറ്റ് ക്യാമറ ഉള്ളൊരു ഫോൺ ഇത്ര കുളമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 സ്മാർട്ട് ഫോൺസിലെ എല്ലാ ഫോട്ടോസും ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 2ൽ നിങ്ങൾക്ക് 1080p 30 FPS ആണ് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത്. 2ന്റെ വീഡിയോസ് അത്യാവശ്യം കുഴപ്പമില്ല.
കൊള്ളാം, ബട്ട് വൈറ്റ് ബാലൻസ് അല്ലെങ്കിൽ എക്സ്പോഷർ അല്ലെങ്കിൽ HDR മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ റിയൽമി ഫോളോ ആക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇപ്പോൾ വൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ വൈറ്റും സ്കൈയും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറ രണ്ട് സ്മാർട്ട് ഫോൺസിൽ നോക്കുകയാണെങ്കിൽ മോട്ടറോളയിൽ നിങ്ങൾക്കൊരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്, റിയൽമിയിൽ നിങ്ങൾക്കൊരു 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. ആൻഡ് രണ്ടിനെ സെൽഫി സാമ്പിൾസ് നോക്കാം. ഒറ്റ നോട്ടത്തിൽ സെൽഫി സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോൺസിൽ നിന്നും വരുന്നത്. ബട്ട് അഗൈൻ ഡീറ്റെയിൽസിന്റെ കാര്യം വരുന്ന സമയത്ത് ഇപ്പോൾ ഈ രണ്ട് ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ എൻ്റെ നെറ്റിലൂടെ ചെറിയൊരു പാടുണ്ട്. ഒരു ചെറിയ പാട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വിസിബിൾ ആവുന്നത് മോട്ടോ G45 5Gയിലാണ് റിയൽമിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ ഡിപ്പാർട്ട്മെന്റ് കാര്യം വരുമ്പോൾ അവിടെയും മോട്ടറോള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ HDR ഒക്കെ മാനേജ് ചെയ്ത് സ്കിൻ ടോൺ ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് റിയൽമിയുടെ കാര്യത്തിൽ വെളുപ്പിക്കലാണ് പരിപാടി. ഞാൻ നോക്ക്, നിങ്ങൾ ആ സാമ്പിൾ നോക്കിയാൽ മതി. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് പലപ്പോഴും കാണില്ല. ബിൽഡിങ്ങിനിടയിൽ റെയിൽസ് ഉണ്ട്, ആ റെയിൽസ് പലപ്പോഴും കാണില്ല. ആൻഡ് ആ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ HDR ബാലൻസ് ചെയ്യാനായിട്ട് ഇതിന് പറ്റുന്നില്ല. സോ വീഡിയോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ ക്യാമറ സെക്ഷനിലാണെങ്കിൽ പോലും ഓവറോൾ കുറച്ചുകൂടി നല്ല ഔട്ട്പുട്ട് തരുന്നത് മോട്ടോ G45 5G ആണ്. ആൻഡ് ഫൈനലി രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ വേരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും 120GB UFS 2.2 സ്റ്റോറേജിന്റെ വേരിയന്റിലാണ് വരുന്നത്. ബട്ട് റാം വൈസ് മോട്ടോ G45 5Gയിൽ നിങ്ങൾക്ക് 4GB റാം ആൻഡ് 8GB റാം രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. റിയൽമിയിലാണെങ്കിൽ നിങ്ങൾക്ക് 4GB റാം, 6GB റാം, 8GB റാം എന്നിങ്ങനെ 3 വേരിയൻസ് വരുന്നുണ്ട്. ആൻഡ് രണ്ടിനെയും റാം ടൈപ്പ് LPDDR4X ആണ്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു റാം ബൂസ്റ്റ് അപ് ടു 16GB വരെ നിങ്ങൾക്ക് റാം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി രണ്ടെണ്ണത്തിലും കിട്ടുന്നുണ്ട്. ആൻഡ് ഫൈനലി രണ്ടും ഓൾമോസ്റ്റ് സ്ലിം ആയിട്ടുള്ള ഫോണാണ്. രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് 5000 mAh ബാറ്ററി ഉണ്ട്. 5000 mAh ബാറ്ററി ഉണ്ട്. രണ്ടും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. ബട്ട് ഇത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള OS ആയതുകൊണ്ട് കൂടുതൽ നേരം ബാറ്ററി നിൽക്കും. ഇത് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങൾ ഓടുന്നതുകൊണ്ട് കുറച്ചുകൂടി ബാറ്ററി കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്നാൽ ബാറ്ററി കൺസ്യൂം ആയാലും ചാർജ് ചെയ്യണമെങ്കിൽ വെയിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞു, രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചെന്നില്ലല്ലോ. ഇതാണ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ബോക്സ്. രണ്ടിനകത്ത് നിങ്ങൾക്ക് TPU കേസ് വരുന്നുണ്ട്, ബോർ അടിച്ചിരിക്കുമ്പോൾ വായിക്കാവുന്ന യൂസർ ഗൈഡും ഡോക്യുമെന്റേഷൻസ്, സിം ടൂൾ, Type A to Type C കേബിൾ ആൻഡ് ചാർജർ വരുന്നുണ്ട്. ബട്ട് ചാർജർ നോക്കുവാണെങ്കിൽ റിയൽമി C63 5Gയിലെ ചാർജർ ഒരു യമണ്ടൻ ചാർജറാണ്. മോട്ടോ G45 5Gയിലെ ചാർജർ കുട്ടി ചാർജറാണ്. പക്ഷേ സൈസിലല്ല കാര്യം മോനെ, വർക്കിലാണ്. ഇത് നിങ്ങൾക്ക് 20 വാട്ടിന്റെ ഒരു ചാർജറാണ് തരുന്നത്. ഇത് ആന ചാർജർ ആണെങ്കിലും ഇതൊരു 10 വാട്ടിന്റെ ചാർജർ വരുന്നത്. ആൻഡ് ഓൾസോ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോമിസ്ഡ് ആയിട്ട് ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് വരുന്നുണ്ട്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ അതിന് വെച്ചാൽ അവർ ചോദിക്കുന്ന ഉത്തരം കിട്ടിയില്ല. ഒരു 10,000 rupees നിങ്ങളുടെ കയ്യിൽ ഞാൻ തരുവാണെങ്കിൽ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമോ എന്ന്. സോ ക്ലിയർലി ഇൻ മൈ ഒപ്പീനിയൻ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഐ വുഡ് പ്രിഫർ മോട്ടോ G45 5G. ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനിലും തന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ് തരുന്നത്. പ്ലസ് ഈ റേഞ്ചിൽ വരുന്ന വേറെയും ഫോണുകളുണ്ട്. ഈ റേഞ്ച് വരുന്ന വേറെയും ഫോണുകൾ നോക്കുവാണെങ്കിൽ ഒരു 10,000 rupees പ്രൈസ് പോയിന്റ് ഒരു 5G ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അവിടെയാണെങ്കിലും ഓവറോൾ വാല്യൂ ഫോർ മണി തരുന്നത് മോട്ടോ G45 5G ആണ്. എന്തായാലും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.